ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഒരു ടവർ സെറ്റ് ചെയ്യുന്നതാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് ഇതുപോലെ നമുക്കൊന്ന് ഈ പകുതി ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് പല പ്ലാന്റ്സുകൾ ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു ടവറാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ചെടികൾ വയ്ക്കാൻ വേണ്ടി പകുതി ഭാഗം പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുറിച്ചെടുത്തതിൻ്റെ ബാക്കി പീസാണ്. അതും ഞാൻ ഈ ടവർ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നല്ല വലുപ്പമുള്ള ഒരു കമ്പി എടുത്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സൈഡ് ഭാഗത്ത് ഹോൾസ് ഇട്ട് കൊടുക്കാം. സൈഡിൽ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കണം, നടുക്കല്ല ഇടേണ്ടത്, സൈഡിലാണ് ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാ ബോട്ടിലിനും ഇതുപോലെ നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഒരു പോട്ട് എടുക്കാം. ഇത് ബ്ലാക്ക് കളറുള്ള ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഗാർഡനിലെ എല്ലാ പോട്ടുകളും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഇതുപോലെ പോട്ടൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ തന്നെ നമുക്ക് കുറേ പോട്ടുകൾ കിട്ടും. നമ്മൾ കടയിൽ നിന്നും ഒന്നോ രണ്ടോ പോട്ട് മേടിക്കാതെ ഓർഡർ ചെയ്ത് മേടിച്ചാൽ കുറേ പോട്ടുകൾ നമുക്ക് മേടിക്കാൻ പറ്റുവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതേ നീളമുള്ള ഒരു കമ്പി എടുക്കാം. ഞാൻ ഒരു 3-4 ബോട്ടിലുകൾ വെക്കാൻ പറ്റിയ നീളത്തിലുള്ള കമ്പിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുപ്പമുള്ള കമ്പി എടുത്തു കൊടുക്കാം. ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കല്ലൊക്കെ വെച്ച് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമൻറ്റ് വെച്ച് ഉറപ്പിക്കാം, അതാകുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കും. ഞാനിവിടെ അത്യാവശ്യം കല്ലൊക്കെ വെച്ച് നല്ല രീതിയിൽ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലുകളെല്ലാം ഹോൾസ് ഇട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കമ്പിയെക്കാട്ടിലും കുറച്ചും കൂടെ വലുപ്പത്തിൽ നമ്മൾ ഹോൾസ് ഇടണം, എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയുള്ളൂ. നിങ്ങളുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ റീയൂസ്ഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഐഡിയ കൂടിയാണ് ഇത്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഓരോന്ന് വീതം ഇതുപോലെ കയറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് പോട്ട് വെച്ചും ചെയ്യാം. പക്ഷെ പോട്ട് വെക്കുമ്പോൾ നമുക്ക് കുറേ പോട്ടിൻ്റെ ആവശ്യം വരും. ഇതാകുമ്പോൾ നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എടുത്തു വെച്ച് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുവേ. ഞാനിവിടെ മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഇതുപോലെ കമ്പിയുടെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഒരു ലുക്ക് വന്നിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഏകദേശം ഒരേ പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ ഇട്ട് ഇതൊന്ന് നിറച്ച് കൊടുക്കാം. കാർഡ്ബോർഡ് പീസ് ഇടുമ്പോൾ നമുക്ക് അധികം മണ്ണ് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. കുറേ മണ്ണ് അല്ലെങ്കിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അടിയിലോട്ട് കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡ് പീസ് ഇടുന്നത് കൊണ്ട് മണ്ണിലെ ജൈവാംശം നല്ല രീതിയിൽ നിലനിർത്താൻ നല്ലതാണ്. കാർഡ്ബോർഡ് പീസുകൾ ഇട്ട് കൊടുത്താലേ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കാർഡ്ബോർഡ് പെട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ എടുത്തു വെച്ചാൽ നമുക്ക് ഇതുപോലെ ചെടിയൊക്കെ നടുമ്പോൾ ഉപയോഗിക്കാം. ചെടി മാത്രമല്ല, നമുക്ക് പച്ചക്കറികൾ നടുമ്പോഴും ഇതുപോലെ കാർഡ്ബോർഡ് പീസും ചകിരിയൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇതുപോലെ എല്ലാ പോട്ടിലോട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഗാർഡനിങ് ഐഡിയകളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഭംഗിയുണ്ടായിരുന്നേ പല ചെടികളായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുത്തപ്പോഴേ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മണ്ണിനൊക്കെ അത്യാവശ്യം നല്ല നനവുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിന് നല്ല വെയിറ്റുമുണ്ട്. അതുകൊണ്ട് കുറച്ച് കാർഡ്ബോർഡ് പീസൊക്കെ ഇട്ടത് കൊണ്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞു കിട്ടുവേ. ഇത് കണ്ടില്ലേ, ഞാൻ ബോട്ടിലെല്ലാം മണ്ണ് നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗി തോന്നുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് പ്ലാന്റ്സുകളൊക്കെ വെച്ച് കൊടുക്കണം. ഞാൻ ഇതിലോട്ട് വെക്കുന്നത് ഒരു ബോട്ടിലിൽ വെക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്.
കുറച്ച് സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകൾ ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് റിയോ പ്ലാന്റിൻ്റെ കട്ടിങ്സ് കൂടെ എടുക്കണേ. മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് പ്ലാന്റ്സ് എല്ലാം നല്ല വെള്ളത്തിൽ നനഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഞാൻ പ്ലാന്റ്സ് എല്ലാം ഇവിടെ പറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സ് വീതം നട്ടുകൊടുക്കാം. ഞാൻ ആദ്യത്തെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നട്ടുകൊടുക്കുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റ് ഏത് രീതിയിൽ വെച്ചാലും നല്ല ഭംഗിയിൽ തന്നെ വളർന്നു കിട്ടുവേ. സ്പൈഡർ പ്ലാന്റ് വെക്കുമ്പോൾ അതിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് റിയോ പ്ലാന്റ് വെച്ച് കൊടുക്കാം. ഇതിൽ വെക്കുന്ന പ്ലാന്റ്സിനൊക്കെ വലിയ കെയറിങ് ഇല്ലാത്ത പ്ലാന്റുകളാണ് ഞാൻ കൂടുതലായിട്ടും ഇതിൽ വെച്ച് കൊടുക്കുന്നത്. റിയോ പ്ലാന്റിൻ്റെ ചെറിയ തൈകളാണ് ഇതിൽ കുത്തി കൊടുക്കുന്നത്. റിയോ പ്ലാന്റിനൊന്നും ഒരു വളവും ഇട്ടില്ലെങ്കിലും നല്ല ബുഷിയായി തന്നെ വളർന്നു വരുവേ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു ടവർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സ്പൈഡർ പ്ലാന്റും റിയോ പ്ലാന്റുമാണ് സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് മൂന്നാമത്തെ ബോട്ടിലോട്ടും ചെടി നട്ടു കൊടുക്കാം. മൂന്നാമത്തെ ബോട്ടിലിൽ ഞാൻ നടുന്നത് നമ്മുടെ മുറിവൂട്ടി ചെടിയാണ്. മുറിവൂട്ടി ഒരു ഔഷധം മാത്രമല്ല, നല്ലൊരു ചെടി കൂടിയാണ്. ഈ മുറിവൂട്ടി ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം നല്ല പർപ്പിൾ കളറിലാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ചെടി എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ കൈയൊക്കെ മുറിയുമ്പോൾ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താൽ നല്ലതാണ്. ഞാൻ എന്തായാലും ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടി മുറിവൂട്ടിയുടെ ചെടി കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വലുതായിട്ട് വളരാതെ അങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതിയേ. ഈ ചെടിയുടെ ഒരു ചെറിയ കൊമ്പ് കൊണ്ട് വെച്ചാൽ മതിയേ. ഗാർഡൻ നിറയാൻ ഇതിൻ്റെ ഒരു കൊമ്പ് തന്നെ ധാരാളമാണ്. അത്രയും പെട്ടെന്ന് കിളുക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ മുറിവൂട്ടി ചെടി. ഇനി നമുക്ക് നാലാമത്തെ ബോട്ടിലോട്ട് വാണ്ടറിങ് ജൂ ചെടി വെച്ച് കൊടുക്കാം. വാണ്ടറിങ് ജൂ ചെടി ഇല്ലാത്ത ഗാർഡൻ സ്നേഹികൾ എന്തായാലും ഉണ്ടാകില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 4 ബോട്ടിലും വാണ്ടറിങ് ജൂ തന്നെയായിട്ടും സെറ്റ് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും അതുപോലെ നിൽക്കുന്നത് കാണാനേ. പക്ഷേ ഈ 4 ചെടികൾ വെക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ഭംഗി ഈ ടവറിന് തോന്നുന്നുണ്ട്. ഞാനിവിടെ വാണ്ടറിങ് ജൂ ചെടി ആ ബോട്ടിലിൽ നിറച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. വലുതായിട്ട് വള്ളിയായിട്ട് വീശാതെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് താഴെ ഈ ബോട്ടിലിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഈ പുല്ല് ചെടി വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ടവർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടാണ് ഇത്രയും നല്ല ഒരു ടവർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം.